പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലോ അല്ലെങ്കിൽ ഒരു 30-35 വയസ്സിന് ശേഷമൊക്കെ തന്നെ അമിതമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടോ? എന്തൊക്കെ ചെയ്തിട്ടും ഇത് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതായിട്ട് വരുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ആണ് ഇന്ന്. മാത്രമല്ല, ചില പീരീഡ്സ് മിസ്സായി പോകുന്ന അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിൾ വരുന്നവർക്കോ വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ട് കെട്ടി നിൽക്കുന്നത് പോലെയോ വയറ് കമ്പിക്കുന്നത് പോലെയോ ഒക്കെ തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഇത്തരംകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ. രുചികരമായതും എന്നാൽ പോഷക മൂല്യങ്ങൾ അധികമുള്ളതും ായിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. മറ്റൊന്നുമല്ല, ഹാലിം സീഡ്സ് അല്ലെങ്കിൽ ഇതിനെ ആശാളി എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. മുടി വളർച്ചയെ സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരെണ്ണം നമ്മളെല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വിശേഷങ്ങൾ മാത്രമാണോ ഇതിനുള്ളത്? അല്ല, അതിലേറെയുണ്ട്. നൂറ്റാണ്ടുകളായി ആയുർവേദ ഔഷധത്തിലെ ഒരു കൂട്ടായിട്ട് തന്നെ ഉപയോഗിച്ച് വരുന്നവയാണ് കേട്ടോ ആശാളി എന്നറിയപ്പെടുന്ന ഈ വിത്ത്. തലയിൽ പുതിയ മുടി വളരുന്നതും മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ അത്യുത്തമമായിട്ടുള്ളതാണ് ഈ ഒരു ഹാലിം സീഡ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പും ഈ വിത്തിൽ അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, പ്രോട്ടീൻ, ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നിവയൊക്കെ തന്നെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതുണ്ട്. ദഹനത്തിന് ആവശ്യമായ നാരുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കുന്നതിൽ ഒരു തർക്കവും തന്നെയില്ല. ഇനി ഇവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ വിശപ്പിനെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, ഭക്ഷണം അധികം കഴിക്കണം എന്നുള്ള താല്പര്യത്തെ തടയുകയും ചെയ്യുന്നുണ്ട്. ഇതിലുള്ള കൊഴുപ്പ് ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷണം നിയന്ത്രിക്കുന്നവർക്ക് ആവശ്യമായ പോഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹന പ്രക്രിയയെ സുഗമമാക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 തവണ ഒരു 1/2 സ്പൂൺ വീതം എടുത്തിട്ട് ഈ പറഞ്ഞ രീതിയിൽ കഴിക്കുന്നതോ അല്ലെങ്കിൽ പാലിൽ കുതിർത്ത് കഴിക്കുന്നതോ സ്മൂത്തിക്കൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കും. 1 സ്പൂൺ ഹാലിം സീഡ് അല്ലെങ്കിൽ റെഡ് സീഡ് കഴുകി ഒത്തിരി സമയം കഴുകരുത്, വളരെയധികം സ്റ്റിക്കി ആയി പോകും. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്ത് ഒരു 5 മണിക്കൂർ കുതിർത്തിടുക, അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കുതിർത്തിടുക. എന്നിട്ട് ഒരു ഗ്ലാസ് പശുവിൻ പാല് തിളപ്പിച്ചിട്ട് കുതിർത്ത ആശാളി പാലിലേക്ക് പകർത്താം. എന്നിട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിക്കാം. ഇത് ഞാൻ തിളപ്പിച്ച പാലിലേക്ക് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. മധുരം ആവശ്യമെങ്കിൽ അതിലേക്ക് ശർക്കരയോ അല്ലെങ്കിൽ പനഞ്ചക്കരയോ കൽക്കണ്ടമോ എന്ത് വേണേലും ചേർക്കാം. ഫ്ലേവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏലക്കായ ഒന്ന് ചതച്ച് ചേർക്കാവുന്നതാണ്. ഇത് പ്രസവം കഴിഞ്ഞ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നമുക്ക് നട്ട്സ്, ആവശ്യമായിട്ടുള്ള നട്ട്സ്, പിസ്ത, ബദാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ചേർക്കാം. ഇനി വെയിറ്റ് ലോസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പോടെ നമുക്ക് നിർത്താം. ഇനി നല്ല കൂളസ്റ്റ് ആയിട്ടുള്ള തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെയാണ് ഇത് നല്ലത്. ഇപ്പം മഴക്കാലത്ത് വളരെ നല്ലതാണ്. രാത്രി കാലങ്ങളിൽ കഴിക്കുന്ന നല്ല റിലാക്സ് കിട്ടാനും ഉറക്കം നന്നായിട്ട് കിട്ടാനും നല്ലതാണ്. തൈറോയിഡ് രോഗികളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരൊക്കെയാണ് ഡോക്ടർ നേരിട്ട് കണ്ടിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം കഴിക്കുക. അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനും നല്ലതാണ്.